നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബയോമോളിക്യൂൾസിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ബയോളജിയുടെ ഭാഗത്തു നിന്നും കംപ്ലീറ്റ്ലി SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണിത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ചെറിയ ചെറിയ കുറച്ച് പോയിന്റുകൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞ് ബയോമോളിക്യൂൾസിലേക്ക് പോവാം. ആദ്യം ഈ ഒരു പോർഷനിൽ ജീവലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ജീവലക്ഷണങ്ങൾ? ജീവലക്ഷണങ്ങളെന്ന് പറയുന്നത് ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം, ഇവയൊക്കെ എന്താണ്? ജീവലക്ഷണങ്ങളാണ്. ജീവലക്ഷണങ്ങളാണ് എന്തൊക്കെ? ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയൊക്കെ ജീവലക്ഷണങ്ങളാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്ന ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമതായിട്ട് ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താ? കോശമാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ്? ഒരു ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിനാധാരമായിട്ടുള്ള രാസപ്രവർത്തനങ്ങളെല്ലാം പ്രധാനമായിട്ടും നടക്കുന്നത്. എന്താണ്? കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിനാധാരമായിട്ടുള്ള രാസപ്രവർത്തനങ്ങളെല്ലാം പ്രധാനമായിട്ടും നടക്കുന്നത്. അടുത്തൊരു പോയിന്റ് പറയുന്നത് എന്താ? കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. എന്താണ്? കോശത്തിൻ്റെ ഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കുമൊക്കെ നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങളൊക്കെ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഇത്തരത്തിലുള്ള തന്മാത്രകൾ രൂപപ്പെടുന്നത്. അപ്പോൾ എന്താണ്? കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഈ തന്മാത്രകളൊക്കെ രൂപപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവയാണ് ബയോമോളിക്യൂളുകൾ എന്ന് പറയുന്നത്. എന്താണ് ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവയൊക്കെ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവയാണ് ബയോമോളിക്യൂളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ബയോമോളിക്യൂളുകൾ ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, ഇതൊക്കെ എന്താണ്? ബയോമോളിക്യൂളുകളാണ്. അപ്പോൾ നമുക്കിനി ബയോമോളിക്യൂളുകളും ആ ബയോമോളിക്യൂൾസിൻ്റെ ഉദാഹരണങ്ങളും നോക്കാം. അപ്പോൾ എന്താണ് ലിപ്പിഡുകളുടെ ഉദാഹരണം എന്തൊക്കെയാണ്? അല്ലെങ്കിൽ പ്രോട്ടീനുകളുടെ ഉദാഹരണം എന്താണ്? ന്യൂക്ലിക് ആസിഡുകളുടെ ഉദാഹരണം ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ബയോമോളിക്യൂളുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ബയോമോളിക്യൂളുകൾ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന്. ആദ്യം നമുക്ക് കാർബോഹൈഡ്രേറ്റുകളുടെ ഉദാഹരണം നോക്കാം. കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഒരുപാട് കേൾക്കാറുള്ളൊരു വാക്കല്ലേ. കാർബോഹൈഡ്രേറ്റ് ഒരു ബയോമോളിക്യൂളാണ്. അതിനുദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകളുടെ ഉദാഹരണം ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റുകൾ? സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഇനി നമുക്ക് ലിപ്പിഡുകളുടെ ഉദാഹരണം നോക്കാം. കൊഴുപ്പുകൾ, എണ്ണകൾ. ഇത് രണ്ടും ലിപ്പിഡുകളുടെ ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? കൊഴുപ്പുകളും എണ്ണകളുമാണ് ലിപ്പിഡുകളുടെ ഉദാഹരണം. അപ്പം ലിപ്പിഡുകളുടെ ഉദാഹരണം ഏതൊക്കെയാണ്? കൊഴുപ്പുകളും എണ്ണകളും. പ്രോട്ടീനുകളോ? പ്രോട്ടീനുകളുടെ ഉദാഹരണമാണ് എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികളൊക്കെ പ്രോട്ടീനുകളുടെ ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികളൊക്കെ പ്രോട്ടീനുകളുടെ ഉദാഹരണമാണ്. ന്യൂക്ലിക് ആസിഡുകളോ? ന്യൂക്ലിക് ആസിഡുകളുടെ ഉദാഹരണമാണ് DNA-യും RNA-യും. ന്യൂക്ലിക് ആസിഡുകളുടെ ഉദാഹരണമാണ് DNA-യും RNA-യും. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകളുടെ ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്,
സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡുകളുടെ ഉദാഹരണമോ? കൊഴുപ്പുകൾ, എണ്ണകൾ. കൊഴുപ്പുകളും എണ്ണകളും എന്താണ്? ലിപ്പിഡുകളുടെ ഉദാഹരണമാണ്. പ്രോട്ടീനുകളുടെ ഉദാഹരണമാണ് എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. ന്യൂക്ലിക് ആസിഡുകളുടെ ഉദാഹരണമാണ് DNA-യും RNA-യും. അപ്പോൾ എന്താണ്? ലിപ്പിഡുകളുടെ ഉദാഹരണം കൊഴുപ്പുകളും എണ്ണകളുമാണ്. പ്രോട്ടീനുകളുടെ ഉദാഹരണമാണ് എൻസൈമുകളും ഹോർമോണുകളും ആൻറ്റിബോഡികളും. ന്യൂക്ലിക് ആസിഡുകളുടേത് DNA-യും RNA-യുമാണ്. കാർബോഹൈഡ്രേറ്റുകളുടെ ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയുകയാണ്. കാർബോഹൈഡ്രേറ്റുകളുടെ ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡുകളുടെ ഉദാഹരണമാണ് കൊഴുപ്പുകളും എണ്ണകളും. പ്രോട്ടീനുകളുടെ ഉദാഹരണമാണ് എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. ന്യൂക്ലിക് ആസിഡുകളുടെ ഉദാഹരണമാണ് DNA-യും RNA-യും. ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിലൂടെയാണ് ഈ ജീവലക്ഷണങ്ങളില്ലേ, നമ്മൾ ആദ്യം കുറച്ച് ജീവലക്ഷണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു ആ ജീവലക്ഷണങ്ങൾ? ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയ ജീവലക്ഷണങ്ങളെല്ലാം തന്നെ പ്രകടമാകുന്നത് ഇത്തരത്തിലുള്ള ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടക്കുന്ന പ്രവർത്തനത്തിലൂടെയാണ് ജീവലക്ഷണങ്ങളൊക്കെ സാധ്യമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുന്നത്. എന്താണ്? ഒരു ജീവിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ ഒന്നാകെയാണ് മെറ്റാബോളിസം എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് മെറ്റാബോളിസം? ഒരു ജീവിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ, ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത്. അങ്ങനെ ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെയാണ് മെറ്റാബോളിസം എന്ന് നമ്മൾ പറയുന്നത്. മെറ്റാബോളിസത്തെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. അത് തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന അനാബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന എന്താണ്? കാറ്റബോളിസവും. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന അനാബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന കാറ്റബോളിസവും ചേർന്നതാണ് എന്ത്? മെറ്റാബോളിസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ബയോമോളിക്യൂളുകൾ എന്താണ്? മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ജീവലക്ഷണങ്ങൾ പ്രകടമാകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇവിടെ എന്താണ് അനാബോളിസവും കാറ്റബോളിസവും? അനാബോളിസം എന്ന് വെച്ചാൽ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ്. കാറ്റബോളിസം എന്താണ്? തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതാണ് കാറ്റബോളിസം.